ഹായ് നമസ്കാരം, ഷാനാണ്. കഴിഞ്ഞ പ്രാവശ്യം വാൽപ്പാറയിലെ യാത്രയിൽ വാൽപ്പാറയെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബൈക്ക് റൈഡേഴ്സിനും ചെറിയ രീതിയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറൊക്കെ ചെയ്യാനായിട്ട് പോകുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ്. വൺ ഡേ ട്രിപ്പിൽ നമുക്ക് പോയി വരാൻ പറ്റുന്ന റൂട്ടാണ്. വാൽപ്പാറ മലക്കപ്പാറ റൂട്ടിൽ ഞങ്ങൾ ഈവനിങ് ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ആ യാത്രയിൽ കിട്ടിയ ഒരു സൈറ്റിംഗ് ആണ്. സൈറ്റിംഗ് ഒന്നുമില്ല, നമ്മുടെ ആന നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് നമ്മളെ കുറച്ച് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ കാണാം. അങ്ങനെ കറക്റ്റ് ഒരു ടേണിങ്ങിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ടേണിങ്ങിൽ നിന്ന് നമ്മുടെ കാറിന്റെ ഓപ്പോസിറ്റ്, അത് ഫ്രണ്ടിലോട്ട് നടന്നു വരുന്നൊരു ഭാഗമായതുകൊണ്ട് ഏകദേശം നിയർ ബൈ ആണ് ഞങ്ങൾ കാണുന്നത്. ടേണിങ് ആയതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെയും പുറകോട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു 300-400 മീറ്ററോളം ഞങ്ങൾ പുറകെ പോന്നു. പക്ഷെ ആന പോണ ഒരു വഴി, ആനത്താര പറഞ്ഞ പോലത്തെ ഒരു വഴി ഞങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കിയിട്ട്. പക്ഷെ ആന ഇങ്ങനെ പുറകോട്ട് വന്നിട്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് മേലെയായി. എന്നിട്ടും ആനയുടെ ആ ഒരു സ്ഥിരം പോകുന്ന ഒരു ഏരിയക്ക് വേണ്ടിയാവുകൊണ്ട് ആന ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും. പിന്നെ നമുക്ക് ബാക്ക് റിവേഴ്സ് പോകാൻ വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, കാരണം സിംഗിൾ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നില്ല. എന്നാലും പാനിക് ആയി തുടങ്ങി, പേടിച്ചു തുടങ്ങി. കാരണം ദൂരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആന ലെഫ്റ്റ് റൈറ്റിൽ കയറി പോകണില്ല. അതുപോലെ തന്നെ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് വേറെ വണ്ടികളുടെ ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് സൈറ്റിങ് കണ്ട് പോകാം. കാരണം വെച്ചാൽ വേറെ വണ്ടികൾ ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് തന്നെ വണ്ടികൾ വരും, നമുക്ക് ഹോണടി കൂടും, മറ്റുള്ള വണ്ടികൾ ട്രാഫിക്. പക്ഷേ ഈ ഒരു യാത്രയിൽ ഒരു വണ്ടി വന്നിട്ടില്ല ആഗ്രഹിച്ചുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര പാനിക്കായ ഒരു സമയമായിരുന്നു. അതുപോലെ ഈ ഒരു ആനയുടെ ചിന്നും വിളിയും കൂടി ആയപ്പോൾ എല്ലാം തികഞ്ഞു തന്നെ പറയാം. ഭയങ്കര ടെൻഷനായി, കാരണം ആന നമ്മൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അത്യാവശ്യം ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് നമ്മൾ റിവേഴ്സിട്ട് വരേണ്ടി വന്നു. ശരിക്കും പേടിച്ചൊരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. സാധാരണ ഇവർ ഇത്രയൊന്നും നമ്മളതിനെ ഓടിപ്പിക്കാറില്ല, ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും തിന്നുകൊണ്ട് നിൽക്കുക. ഇത് നമ്മളെ റോട്ടിൽ കൂടെ അങ്ങനെ സ്ട്രെയിറ്റ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറേ ഒരു സമയത്തിന് ശേഷമാണ് TN രജിസ്ട്രേഷനിൽ ഒരു വണ്ടി വന്നത്. അപ്പോൾ ഞങ്ങളവരോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇപ്പോൾ ഏകദേശം അവിടെ തന്നെ ഉണ്ട്. എന്നാലും അവരൊന്ന് പോയി നോക്കട്ടെ എന്താന്നുള്ളത്, ഏതാണ് ആനസ്ഥിരം വരുന്ന ആനയാണ് എന്താന്നുള്ളത് നോക്കട്ടെ തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോൾ തന്നെ ഒരു ആന വരുന്നത് കണ്ടുപോകുന്ന സ്ഥിരം അവിടെ ഉള്ളൊരു ആനയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇത് കയറി പോകാൻ അങ്ങനെ ചാൻസ് കുറവാന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആ വണ്ടി നിർത്തിയ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയാണ് ശരിക്കും ഇതിന് പോകാനൊരു വഴി. ആ ഒരു ഏരിയ ആയപ്പോൾ ആള് കറക്റ്റായിട്ട് കയറി പോയി. അതുപോലെ തന്നെ കൂടെ 2-3 വണ്ടികൾ വേറെ വന്നപ്പോൾ ആന നമുക്ക് അത് പോണ ട്രാക്കിലേക്ക് എത്തുകയും ചെയ്തു. വലിയ കുഴപ്പമില്ലാണ്ട് അവിടുന്ന് നമുക്ക് പോരാനും പറ്റി. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര.